ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ പഠനോത്സവം 2026 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ രംഗത്ത് കുട്ടികളിൽ അവബോധം നടത്തുന്നതിനായി വിദ്യാർത്ഥി സ്കോളർഷിപ്പ് അവസാനഘട്ടമായ ശുചിത്വ പഠനോത്സവം 2026 സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പരിധിയിലെ 6 സ്കൂളുകളിൽ നിന്ന് 50 കുട്ടികൾ എക്കോ സെൻസ് സ്കോളർഷിപ്പിന് അർഹമായി. സ്കൂളുകളിൽ നിന്ന് എക്കോ ക്ലബ്ബ്, വേസ്റ്റ് ടു ആർട്ട് മുതലായ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്കോളർഷിപ്പ് തുകയായ 1500 രൂപ കുട്ടികൾക്ക് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജി പ്രമോദ് നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജിത വിനോദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുശ്രീ CV സ്വാഗതം പറഞ്ഞു. മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജിതകുമാരി CK, KP ചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ രാജേഷ് ചോറോട്, ഹരിദാസൻ മാസ്റ്റർ, സ്കൂൾ ഹെഡ് ടീച്ചർ പ്രതിഭ C എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എക്കോസെൻസ് വിശദീകരണം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ TP നടത്തി. ശുചിത്വ മിഷൻ RP സീനത്ത് ബോധവൽക്കരണ ക്ലാസ് നൽകി. പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ KV ചടങ്ങിന് നന്ദി പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് കുറെ 2018 മുതൽ നമ്മുടെ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ഹരിതകർമ്മസേന വീടുകളിൽ വരുന്ന സമയത്ത് പല ആൾക്കാരും പ്ലാസ്റ്റിക് കൊടുക്കാത്തതും അവരെ വല്ലാത്ത രീതിയിൽ അവർക്ക് മനോവിഷമം ഉണ്ടാകുന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നല്ല രീതിയിൽ എല്ലാ വീട്ടിന്റെ ആൾക്കാരും എല്ലാ കടക്കാരും സജീവമായി ഇപ്പം മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെ, ജൈവമാലിന്യം എങ്ങനെ സംസ്കരിക്കണം, അജൈവമാലിന്യം എങ്ങനെ സംസ്കരിക്കണമെന്നും, ജൈവമാലിന്യം വീടുകളിൽ തന്നെ ഏത് രീതിയിൽ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് റിംഗം പോസ്റ്റുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പലയിടത്തിലും വേസ്റ്റ് വലിച്ചെറിയുന്ന രീതികൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് നമ്മളെ മൈൻഡിന്റെ ഉള്ളിലില്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആ മാലിന്യം മാറ്റാത്തതിന്റെ കുഴപ്പം നമ്മളിപ്പം കാണുന്നുണ്ടല്ലോ. എത്ര സജ്ജീകരണം ഗവൺമെന്റും പഞ്ചായത്തും അതെല്ലാം അത്രയും വിധത്തിൽ നല്ല സംവിധാനം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, കവറിൽ മാലിന്യം ഒന്നെങ്കിൽ കാറിൽ കയറ്റിയിട്ട് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവരും, ഏതെങ്കിലും ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയും. ആ രീതി ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് അവരെ മൈൻഡിന്റെ പ്രശ്നം അല്ലേ. ഹരിതകർമ്മസേന കൃത്യമായി വീട്ടിലെത്തി ആ മാലിന്യം എടുക്കുന്നുണ്ട്. അത് ഇനി കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ മാത്രമേ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സ്കൂള്. ആ സ്കൂളുകളിലും നമ്മൾ പ്ലാസ്റ്റിക് അവിടെ അതെല്ലാം